നല്ല രീതിയിൽ അഭിനയിക്കുമെന്ന് വിചാരിച്ചില്ല. മോഹൻലാലും തോറ്റു ആ കണക്കിന്. നല്ല സിനിമ നല്ല സിനിമയാണ്. ഇതേപോലെ ഒരു ചിത്രം നമ്മൾ വെയിറ്റ് ചെയ്തില്ലേ ഒരുപാട് നാൾ, അതിനായിട്ടുള്ള പ്രയോജനം മറ്റൊരു ഡയമെൻഷനാണ്. ഇതുവരെ നമ്മൾ കാണാത്തൊരു കിങ് മേക്കർ അല്ല, കിങ് എന്നാന്ന് പറയാം. വളരെ നല്ല മൂവിയാണ്. ബ്ലസ്സിയുടെ ഡയറക്ഷനും ARൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആയാലും സിനിമയുടെ ഒരു വ്യത്യസ്ത മലയാള സിനിമ കണ്ടുള്ള വെച്ചാൽ അടിപൊളി ഒരു സർവൈവൽ മൂവി. അത് കാണണം, കണ്ടറിയണം, അത് ഫീൽ ഇറ്റ് ചേട്ടാ. നല്ല സിനിമ ചേട്ടാ, ഗംഭീര സിനിമ, മാർഗമായിരിക്കും, മാസ്റ്റർ പീസ്. അത് എന്താ പറയുക, അത് ബ്ലസ്സി ഇത്ര നാളും പുള്ളി കഷ്ടപ്പെട്ടതിൻ്റെ അതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ മ്യൂസിക് ആയാലും സിനിമാറ്റോഗ്രഫി ആയാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഗംഭീര സിനിമ, നല്ല പടം. നല്ല അഭിനയം, ഇഷ്ടപ്പെട്ടു. നല്ല പടം. അവിടെ സൂപ്പർ, നല്ല രീതിയിൽ അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജ് നല്ല രീതിയിൽ അതിൽ പൃഥ്വിരാജിൻ്റെ ഒരു സീൻ കാണിക്കുന്നതുകൊണ്ട് ബോഡീൻ്റെ ഇത് ഇതിനതും മസ്റ്റ് വാച്ച്, അത് തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യണം. ഓവറോൾ കിട്ടില്ല, നല്ല മേക്ക്. നോവൽ തന്നെ എടുത്ത് വെച്ചിരിക്കണം, അതിൽ വേറെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് പറയാൻ പോലും പറ്റില്ല ബ്രോ. ഒരു റിവ്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം കുറച്ച് ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് നമ്മുടെ തൊണ്ടയൊക്കെ പറ്റും. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല, പോയി കാണുക എന്നുള്ളതല്ലാതെ ഒരു റിവ്യൂ പറയാനുള്ള യോഗ്യത പോലും നമുക്കില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. കാര്യം കുറച്ച് ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് നമ്മുടെ തൊണ്ടയൊക്കെ പറ്റും. പൃഥ്വിരാജിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല, പോയി കാണുക എന്നുള്ളതല്ലാതെ ഒരു റിവ്യൂ പറയാനുള്ള യോഗ്യത പോലും നമുക്കില്ല എന്നുള്ളതാണ് ഈ സിനിമ. നന്നായിരുന്നു, ഒന്നും പറയാൻ പറ്റുന്നില്ല. നല്ല സിനിമ, അടിപൊളി പടം. പൃഥ്വിരാജൻ ശരിക്കും ഞെട്ടിച്ചേട്ടാണ്. പൃഥ്വിരാജിൻ്റെ ഞെട്ടിച്ച പടം തന്നെയാണ്. ഇപ്പോഴായിട്ട് തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയണം. കാരണം വിഷ്വൽ ട്രീറ്റും ഉണ്ട്, നമ്മുടെ ഫ്രെയിംസും എല്ലാം അടിപൊളിയാണ്. 10 ഗ്രാം പടം. നാഷണൽ അവാർഡ് കുറഞ്ഞൊന്നും കിട്ടാനില്ല. സൂപ്പർ. നജീബായിട്ട് വേറൊരാളെ ചിന്തിക്കാൻ പോലും പറ്റൂല. ബ്ലസ്സി അല്ലാതെ ഇത് വേറൊരു ഡയറക്ടറിന് ഈ സിനിമ എടുക്കാനും പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. അമലാപോളിൻ്റെ കാസ്റ്റിംഗ് മാത്രമാണ് ചെറിയൊരു ബോറായിട്ട് തോന്നിയത്. പക്ഷേ ഡയലോഗ് ഡെലിവറി കുറച്ച് ക്രിഞ്ചായിരുന്നു, അല്ലാതെ വേറെ സീനൊന്നുമില്ല. ലൈക്ക് പെർഫെക്റ്റ് ആയിരുന്നു. നമുക്ക് ആ നോവൽ ആടുജീവിതം എന്ന നോവൽ ഇനി ഇതിലും പെർഫെക്റ്റ് ആയിട്ട് ഓൺ സ്ക്രീൻ ഒരു ഇനിയിലും പെർഫെക്റ്റ് ആക്കാൻ പറ്റത്തില്ല. ഇതാണ് പെർഫെക്ഷൻ, 100% ആണ്. ആൻഡ് നജീബായിട്ട് നമുക്കിനി വേറെ ആരും ചിന്തിക്കാനും പറ്റൂല. പൃഥ്വിരാജ് മാത്രം, ഇനി എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് പൃഥ്വിരാജിനെ മാത്രമേ ഇല്ല. ആൻഡ് അതർ ദാൻ ദാറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. പടം നല്ല ഇഷ്ടമായി. പ്രത്യേകിച്ചും പൃഥ്വിരാജിൻ്റെ അഭിനയം നമുക്ക് അങ്ങ് ഉള്ളിൽ തട്ടി കരയേണ്ട സീനുകളുണ്ട്, ശരിക്കും ആസ്വദിക്കേണ്ട സീനുകളുണ്ട്. വളരെ നല്ല ഒരു പൃഥ്വിരാജിൻ്റെ ഇതുവരെയുള്ള പടത്തിൽ വെച്ച് ഒരു റെയറായിട്ട് ഉള്ള ഒരു പ്രത്യേകത തന്നെ. പടം സെറ്റാണ്, സൂപ്പർ സിനിമയാണ്. പൃഥ്വിരാജിൻ്റെ ആക്ടിംഗ് ഒക്കെ സെറ്റാണ്. എസ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ശരിക്കുള്ളൊരു ഇത്ര വർഷം വെയിറ്റ് ചെയ്ത് എന്തായാലും വെർത്താണ്. മലയാള സിനിമയ്ക്ക് ഒരു വേറെ നമുക്ക് പറയാൻ പറ്റും, മലയാള സിനിമ എന്നൊരു പടമാണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതിൽ ഇത് വിഷ്വൽ ട്രീറ്റാണ് സാധനം. ഇത് ഓരോ ഫ്രെയിമും സെറ്റാണ്. ഓരോ ഫ്രെയിം എടുത്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു ഇതാണ്. സൗണ്ട് ഡിസൈനിങ് സെറ്റായിട്ടുണ്ട്. പൃഥ്വിരാജ് പിന്നെ പൃഥ്വിരാജിൻ്റെ കൂടെ ഹക്കിം എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ഇത് ഗോകുൽ എന്നാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര്. അത് പുള്ളി സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പുതുമുഖാണെന്ന് തോന്നുന്നു, സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞത് അങ്ങനെ ചോദിച്ചാൽ ചില സീൻസൊക്കെ ഉണ്ട്, അത് സിനിമ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ, അങ്ങനെ അല്ലാതെ സ്പോയിലറായി പോകും.